വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എവിടം വരെയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ക്രിസ്മസിന് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഞാനല്ല, ചേർത്തി ഉണ്ടാക്കുവാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ള പ്ലം കേക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പറ്റില്ല. മറ്റേ കേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി ഈസി അല്ലേ. പ്ലം കേക്ക് ശരിക്കും കുറച്ച് ടഫ് കേക്കാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ കിട്ടും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആദ്യമായിട്ട് ഞാൻ പറയണത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്തേക്കണത് റമ്മിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിൽ ഡേറ്റ്സ് ഉണ്ട്, ബദാം ഉണ്ട്, പിന്നെ കിസ്മിസ് ഉണ്ട്. കാഷ്നട്ട് ഇല്ല കേട്ടോ, കാഷ്നട്ട് ഇതിൽ നമ്മൾ നേരെ ഇടില്ല. ഇതെല്ലാം നമ്മളൊരു 14 ദിവസം, നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്കിടാം. 14 ദിവസം നമ്മൾ റമ്മിൽ കെട്ടി വെച്ചിട്ട് അതിൽ നിന്ന് ഊറ്റി മാറ്റി എടുത്തിട്ട് കുറച്ച് മൈദയും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ പീലാണ്. ഇത് നമ്മൾ വാങ്ങുവാണ് ചെയ്ത് കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. പിന്നെ വേണ്ടത് കാരമൽ സിറപ്പാണ്. പിന്നെ നമ്മളിന്ന് 1/2 കിലോൻ്റെ പ്ലം കേക്കാണ് ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ മൈദ 3/4 കപ്പ് മൈദയാണ് എടുത്തേക്കണേ. 1/2 കപ്പാണ് നമ്മൾ ഷുഗർ പൊടി വേണ്ടത്. അതിലേക്ക് നമ്മൾ 2 ഏലക്കായ 1 ഗ്രാമ്പും കൂടി പൊടി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 2 എഗ്ഗ് വേണം. പിന്നെ വാനില എസൻസ്, നമ്മൾ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണുമാണ് അതിന് വേണ്ടി എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇത് കറുകപ്പട്ട പൊടിച്ചതാണ്, അത് നമ്മൾ 1/4 ടീസ്പൂൺ ചേർക്കും. ഇത് ജാതിക്ക പൊടിച്ചതാണ്, അത് 1/4 ടീസ്പൂൺ ചേർക്കും. പിന്നെ 100 ഗ്രാം ബട്ടറാണ് നമ്മൾ ചേർക്കണേ. ബട്ടർ 100 ഗ്രാം ഇല്ലെങ്കിൽ നമുക്ക് 50 ഗ്രാം ബട്ടറും 50 ഗ്രാം ഓയിലും കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദയും കറുകപ്പട്ട പൊടിച്ചതും നമ്മുടെ ജാതിക്ക പൊടിച്ചതും പിന്നെ ജാതിക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 പ്രാവശ്യം നമ്മളിത് അരിച്ചെടുക്കുവാണ്. അപ്പോൾ എത്ര പ്രാവശ്യം കൂടുതലരിക്കുന്നു അത്രയും സോഫ്റ്റ്നെസ് കിട്ടും നമുക്ക് കേക്കിന്. അപ്പോൾ നമുക്ക് അരിച്ചെടുത്തിട്ട് ബാക്കി മിക്സിങ് ചെയ്യാം. നമ്മൾ ബട്ടറിലേക്ക് മുട്ടയും വാനില എസൻസും കൂടി ചേർക്കേണ്ടത്, എന്നിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 മുട്ട നമ്മൾ ബട്ടറിലേക്ക് ചേർക്കുവാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യരുത്, നമ്മൾ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മളിതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ ഈ ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ അരിച്ചു വെച്ച പൗഡർ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഒരുമിച്ചിടരുത്, ഒരു 3 ട്രിപ്പായിട്ടൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഷുഗറിൻ്റെ പൊടിയും കാരമൽ സിറപ്പും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓറഞ്ചിൻ്റെ പീലും നമ്മളൊരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടറിൽ ഒന്ന് ഇത് ചെയ്തിട്ട് ബട്ടർ പേപ്പർ താഴെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം, ബബിൾസ് ഒന്നും വരാതെ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ലാസ്റ്റാണ് കാഷ്നട്ട് ഇട്ട് കൊടുക്കണേ. വേറെ ഒന്നുമല്ല, കാഷ്നട്ട് മറ്റേതുപോലെ മിക്സ് ചെയ്യുവാണെങ്കിൽ താഴത്തേക്ക് പോവും. ഇതാകുമ്പോൾ നമുക്ക് മുകളിൽ തന്നെ കാഷ്നട്ട് കാണാൻ പറ്റും, നല്ല ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. നമ്മളിതേ മുകളിൽ കാഷ്നട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമല്ലേ, ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രം ലെവലാവാനായിട്ട് താഴത്ത് കുറച്ചൊരു മണലിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ട്രേ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. നമ്മൾ ലെവലാവാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് നോർമൽ പാത്രമൊക്കെ വെക്കുന്ന ഹോൾഡറല്ലേ, അത് വെച്ചാലും മതി. നമുക്കിനി ഇത് അടയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് അടപ്പത്ത് വെച്ച് ലോ സിമ്മിലിട്ട് വെച്ചേക്കണം, ലോ ഫ്ലെയിമിൽ.
ഇനി നമുക്കൊരു 1 hour കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് നോക്കാം. 1 hour കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കി. കേക്ക് അടിപൊളിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ആറി സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ബൈ.